രാവിലെ തന്നെ ഇടിക്കാനുള്ള പരിപാടി എന്ന് വെച്ചാൽ വണ്ടിയുടെ ലഗേജ് സെറ്റാക്കാണ്. നമ്മളൊരു ബൈക്ക് പോകാൻ നിൽക്കണം. അപ്പോൾ എല്ലാം പാടെ താങ്ങി കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട് സൈഡ് ബോക്സൊക്കെ ഇറക്കി വെച്ചിട്ട് സെൻറ്റർ ബോക്സിലെല്ലാം സെറ്റാക്കി വെക്കാനുള്ള പരിപാടി കേട്ടോ. ഫുള്ള് സാധനം ഇറക്കിയിട്ട് അയച്ചൊക്കെ സെറ്റാക്കണം. നമ്മളെ ലഗേജ് പൊട്ടി കേട്ടോ. നമ്മൾ എല്ലാവരും വെക്കേറ്റ് ചെയ്യുന്ന സമയം ഏകദേശം ഇപ്പോൾ 8 മണി 9 മണി ആകാനായി. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് 2 കൊറിയറെ വിട്ടിരുന്നു. ഒന്ന് നമ്മൾ ഡൽഹിയിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വാപ്പൊക്കെ സെറ്റാക്കി വിട്ടിട്ടുള്ളൂ. നമ്മളെ ബംഗാളിനാണ് ടീംസ്. വലിയ ആവശ്യമില്ല, നമ്മൾ എടുത്തിട്ടില്ല. അതിനുള്ളിൽ ഗ്യാസും കുറ്റിയുള്ളത്. ഇതിലാണ് വമ്പിച്ച ഗൾഫ് നോക്കാം. ബംഗാളം നമ്പോലെ ആഷിഫ് ടീംസ് ഒക്കെ പാടെ കൂടിയാണ് ഇത് നമുക്ക് അവിടെ പറ്റി. നമ്മൾ പോരുന്ന പേരും പാക്കിങ് കുറച്ച് നമ്മൾ ഡൽഹിക്ക് വിട്ട് ഒരു ടയർ, പിന്നെ ഒരു ടയർ അപ്പം ഇങ്ങോട്ട് വിട്ടണ്. കളി വേറെ ലെവലാണ്. പക്ഷെ ഞങ്ങൾ വീട് എന്താണ് അവന് കയറുന്നില്ല. അങ്ങനെ പ്രശ്നമുള്ളൂ. ഇത് കണ്ടെങ്കിൽ സാധനങ്ങൾ ഇതിപ്പോൾ ഒരു ബൈക്ക് പോകുമ്പോൾ 2 ബൈക്ക് പോകുന്നില്ല. ഈ ഒരു ബൈക്ക് BMW സാധനം ഇറക്കിയിട്ടുള്ളൂ. അത് തന്നെ ഒരു കാറുകളുണ്ട്. ഇതാണ് അവസ്ഥ. എങ്ങനെ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇതാണ് കളിക്കാണ്. നമ്മളെ മറ്റേ ഫ്ലൈ ഗിയർ പോയിട്ട് ഇതാവട്ടെ. ആ വൈസറുണ്ടെങ്കിൽ അത് വലിയ വൈസർ ഒഴിവാക്കിയതാണ്. ദുബായിന്ന് കൊടുന്നാണോ मुल्लुक में सन किया उधर कोरियर किया हम आने के लिए. उधर ही देखो पूरा बाइक में है. बाद में और किधर रखेगा? अभी निकाला. हाँ अभी कोरियर निकालेगा. हाँ इधर ही आया. ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് ദുബായിന്ന് സാധനം കൊടുത്ത സ്ഥലം കിട്ടും. ആ കാശില്ലതാ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട്. പക്ഷെ ടൈം എടുക്കണ പരിപാടി. ഇത് കുറെ നേരമായി അങ്ങോട്ട് കയറ്റിട്ട് ഇങ്ങോട്ട് കയറ്റിട്ട് നടക്കണില്ല. അയിമെന്ന് കുറെ കുത്തിമക്കാക്കി കുത്തിമെന്ന് കുറെ അയിമക്കാക്കി പോകും. തീരാതന്നെ നമ്മളെ മെയിൻ ആള് കേട്ടോ. നമ്മൾ ഇന്നലെ കാണിച്ചില്ലല്ലോ. ഫായിസിന്റെ ചങ്കാണ്. കഴിഞ്ഞല്ലോ വന്നാണ് ഒരു ഫാമിലി പരിചയപ്പെട്ട. അപ്പൊ ഇവിടെ എത്തിയപ്പോ തന്നെ വിളിച്ചാണ് വരണം. നല്ല മുട്ടം പ്ലാൻ ചേഞ്ച്. ഫുള്ള് സാധനം സെറ്റാക്കി പോളൊക്കെ സെറ്റാക്കി. ആലയിൽ നൊമാഡിക് ഫെസ്റ്റിവലാണ് ഞങ്ങളെ മൈൻഡിലുണ്ടായിന്. അത് നമ്മൾ കഴിഞ്ഞ മാസം അതിന് 3 ദിവസം കഴിഞ്ഞ്. ഇപ്പോൾ ഔട്ട് ബാക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോയി വെക്കുമ്പോൾ അത് ഇന്നലെ ഇന്നുമാണ് പരിപാടി. നമ്മൾ ഇന്ന് പോയ വൈകുന്നേരം അവിടെ എത്താൻ നടക്കില്ല. അപ്പോൾ താനൊക്കെ റിട്ടേൺ കയറ്റുക. നമ്മളെന്താ ചെയ്യുക, ഈ ഒരു പരിസ്ഥിതിയുമായിട്ട് ലെവലായിട്ട് വേണം നമുക്ക് ഹൈ ആറ്റിറ്റ്യൂഡ് കയറാം. അല്ലെങ്കിൽ നമുക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നം വരും. അപ്പോൾ ഇവിടെ ഒന്ന് കറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി ഞാനൊക്കെ ഡ്രോപ്പായ സ്ഥിതിക്ക് നമ്മൾ ഏകദേശം ഒരു 10-10 ആയിട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മളെ റൂമിന് കുറച്ച് ഇപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു ഹോട്ടൽ കിട്ടിട്ടോ. ഫാമിലി റെസ്റ്റോറൻറ്റ് ബിരിയാണി ഇതുപോലെ സ്പെഷ്യലാണ്. അടുത്ത അരിയല്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങിയാൽ നമ്മൾ ഒരു അലക്കാള ഫേസ് വാഷ് രണ്ട് മാറൂഫ് ഫുൾ സാധനം സെറ്റാക്കി ഫുൾ അടി തന്നെ. നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടുന്ന് നമുക്ക് അലക്കാനുള്ള ഒരു ഇതും പിന്നെ കുറച്ച് കഴിക്കാനുള്ളതും അത് വാങ്ങി റൂമിൽ പോവാം. ഉറങ്ങി തീർത്തൊരു ദിവസം വൈകുന്നേരം പടി വേറെ ഒന്നും നടന്നില്ല. എത്തില്ല വീടിടാ ഞങ്ങൾ കാണുകള് അടിന്റെ കുപ്പി അതല്ല അടിയല്ല ഫുഡ് അടി. ലഗേജ് ആണ് നിങ്ങള് ഒരു കാറില് എന്ന് പറയാൻ പറ്റില്ല, ലോറിക്ക് പോകുന്ന ലഗേജാണ് ഈ കിടക്കണേ. ഇത് തലക്കന്ന് ഇങ്ങേ തല വരെ ഫുള്ള് രാവിലെ വണ്ടിമ സെറ്റാക്കിയത്. പിന്നെ ഇവിടെ കൊടുന്ന് വെച്ച് പണ്ട് കടന്നാലും ഉറങ്ങിന്ന് സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ. ഇനി നാളെ നമുക്ക് ലേറ്റ് ഓണ് കറങ്ങണം എന്ന് കരുതിനി. തണുപ്പും ഇതും കൂടെ ആയപ്പോൾ ഇതിന് ഇറങ്ങാൻ തോന്നില്ല. ആ ഇരുത്തം ചിലപ്പോൾ നാളെ കാണാൻ.